أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم انفح روح بركتك في كلامي هذا فاجعل أفئدة من الناس تهوي إليه. സഹൃദയരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സമൂഹം നേരിടുന്ന പ്രതിസന്ധി, അതിനുള്ള പരിഹാരം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് സംബന്ധമായി പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വാത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീൻ എന്നുള്ള നിലയിൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആർ ഇസ്ലാം അല്ലാത്ത ദീനിനെ സ്വീകരിക്കുന്നുവോ അവരിൽ നിന്നൊന്നും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്ത് അവർ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നുള്ളതാണ്. മാനവ സമൂഹത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ആദ്യകാലത്തുള്ള മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ട് കാഫിരീങ്ങൾ പോലും ആഗ്രഹിച്ചിരുന്നത് റുബമാ യബദ്ദുല്ലദീന കാഫറു ലൗ കാനൂ മുസ്ലിമീൻ എന്നുള്ളതാണ്. ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം ലോകത്തെ നോക്കി ആരാണ് ഞങ്ങൾ മുസ്ലിങ്ങളാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ അടയാളമായിട്ട് എടുത്തു പറയുന്നത് വകാന ഹക്കൻ അലീനാ നസ്റുൽ മുഅ്മിനീൻ എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ ഇന്ന് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിം ലോകത്തിന് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? വീണ്ടും അള്ളാഹു പറയുന്നു, അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും വിജയികളെന്ന്. ഇറാഖിനെ നോക്കിക്കൊണ്ട്, അഫ്ഗാനിസ്ഥാനെ നോക്കിക്കൊണ്ട്, സൗദി അറേബ്യയെ നോക്കിക്കൊണ്ട് നമുക്ക് മുഅ്മിനീങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുമോ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകർക്കും മുഅ്മിനീങ്ങൾക്കുമാണ് യഥാർത്ഥത്തിലുള്ള അന്തസ്സുള്ളത്, ഇസ്സത്തുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾക്ക് അന്തസ്സാണോ ഉള്ളത്? ഇസ്സത്താണോ ഇന്ന് അവർക്ക് ലഭിക്കുന്നത്? ഇന്ന് നിങ്ങൾ മുസ്ലിം ലോകത്തെ ഒന്ന് നോക്കുക. എന്താണ് ഇറാഖിൻ്റെ അവസ്ഥ? നിത്യവും നമ്മൾ പത്രങ്ങളിൽ കാണുന്നു, ടി വികളിൽ നമ്മൾ കാണുന്നു, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഒഴുകുന്ന ആ ഇറാഖ്. പണ്ടുകാലത്ത് ഇസ്ലാമിൻ്റെ ചരിത്രം അവിടെയാണ് ഉറങ്ങിക്കിടന്നിരുന്നത്. ഇന്ന് ആ ബഗ്ദാദ് പട്ടണം, അറിവിൻ്റെ ഗേഹമായ ബഗ്ദാദ് പട്ടണം, ഇന്നവിടെയെല്ലാം തന്നെ മുസ്ലിം മക്കളുടെ
ചുടുരക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹദ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ കരയിൽ ഒരാട് വിശന്ന് ചത്താൽ ഉമർ നാളെ അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന്. ആ പുണ്യദേശം ഇന്ന് നിത്യവും മുസ്ലിം മക്കളുടെ, മുസ്ലിം ഉമ്മമാരുടെ ചുടുരക്തം കൊണ്ട് ചഞ്ചായമാക്കപ്പെട്ടിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൗഹീദിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി, ഏകത്വത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി രക്തം ചിന്തിയ ആ സൗദി അറേബ്യ ഇന്നവിടെ അമേരിക്കൻ പട്ടാളങ്ങൾക്ക് വേണ്ടി കുരിശും ചർച്ചും അവിടെ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അറബ് ലോകം. 1.5 ലക്ഷത്തോളം അമേരിക്കൻ പാശ്ചാത്യ പട്ടാളങ്ങളാണ് ഇറാഖിലുള്ളത്. എന്തിനു വേണ്ടിയാണ് അവരവിടെ ഉള്ളത്? മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി. അവർക്ക് സഹായം നൽകുന്നത് ആരാണ്? ഈ അറേബ്യൻ ജനത തന്നെ, ഈ അറബ് മക്കൾ തന്നെ. അതേപോലെ തന്നെ കുവൈത്തിൽ 70,000-75,000 അമേരിക്കൻ പട്ടാളങ്ങളുണ്ട്. അവർക്കെല്ലാം തന്നെ തീറ്റിപ്പോറ്റുന്നത് കുവൈത്ത് ഭരണകൂടമാണ്. ഇതെല്ലാം തന്നെ മുസ്ലിങ്ങൾ തിന്നേണ്ട, മുസ്ലിം മക്കൾക്ക് നൽകേണ്ട ഭക്ഷണമാണ്, പണമാണ്, എണ്ണപ്പണമാണ് ഇന്ന് പാശ്ചാത്യ ശക്തികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കക്കാട് മുഹമ്മദ് ഫൈസി ഈ കാര്യം എടുത്തുകൊണ്ട് തൻ്റെ ഇമാം മഹദിയുടെ ആഗമം എന്നുള്ള പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി. കുറച്ചു കാലമായി മുസ്ലിം സമൂഹം ഏറ്റവും ഭീഷണമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ലോകത്തെങ്ങും ജീവിക്കുന്നത്. വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാർത്തകൾ അന്യമായി പോയിരിക്കുന്നു. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനത്തിന് ശേഷം ലോകതലത്തിൽ ഭരണപരമായ ഒരു പ്രതീക്ഷയും ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിട്ടില്ല. ആഗോളതലത്തിൽ ഭൗതികമോ ആത്മീയമോ ആയ ഒരു നേതൃത്വമില്ലായ്മയുടെ ദുരിതാനുഭവങ്ങൾ കുറച്ചൊന്നുമല്ല നാം അനുഭവിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ഈ വരികൾ എഴുതുന്നത്. നോക്കുക, ആദ്യകാലത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നു. ആർക്കും ജയിച്ചടക്കാൻ കഴിയാതിരുന്ന അജയ്യമായ ഭരണ പ്രതാപങ്ങളുടെയും ഏവരെയും ആകർഷിച്ച ആധ്യാത്മിക സൗന്ദര്യത്തിൻ്റെയും വീരോചിതവും ആത്മപുളകിതവുമായ ദീർഘകാല ചരിത്ര പൈതൃകം നെഞ്ചിലേറ്റി നടന്ന ഒരു സമുദായമായിരുന്നു മുമ്പ് മുസ്ലിങ്ങൾ എന്ന് ഇന്ന് പുറത്തുള്ളവർക്കറിയുമോ? അകത്തുള്ളവർ തന്നെയും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവഹേളിക്കപ്പെടുവാനും ആക്രമിക്കപ്പെടുവാനും ഭരിക്കപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും മാത്രം വിധിക്കപ്പെട്ട ശോചനീയമായ സമകാലീന ദുരവസ്ഥകൾ എന്തുമാത്രം വേദനിപ്പിക്കുന്നില്ല. ഇവിടെ ബാബരി മസ്ജിദ് ഇപ്പോൾ തകർന്നു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. നമ്മളൊക്കെ ദുആ ചെയ്തു കുറേ. എല്ലാ പള്ളികളിലും മിമ്പറുകളിലും എല്ലാ കുത്തുബീങ്ങളും ശൈഖന്മാരും പണ്ഡിതന്മാരും എല്ലാം തന്നെ ദുആ ചെയ്തു, ബാബരി മസ്ജിദ് അല്ലാഹുവേ നീ രക്ഷിക്കണമേ എന്ന്, സദ്ദാം ഹുസൈനെ നീ രക്ഷിക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്തു. പക്ഷേ എന്തായി ഫലം? നമ്മളെ ദുആകളൊന്നും അല്ലാഹു കേട്ടിട്ടില്ല. അദ്ദേഹം എഴുതുന്നു, നോക്കുക, മിമ്പറുകളിലും മെഹ്റാബുകളിലും ഇടതടവില്ലാതെ ഉയരുന്ന പ്രാർത്ഥനാ നൊമ്പരങ്ങൾ സജീവ ശബ്ദങ്ങളായി മുഴക്കം സൃഷ്ടിക്കുന്നു. ആത്മാർത്ഥരായ ഭക്തജനങ്ങളുടെ മനമുരുകിയുള്ള ദയാഹർജികൾക്ക് എന്നെങ്കിലും ഒരിക്കൽ മുഹമ്മദ് നബിയുടെ ദയാപരനായ റബ്ബ് ഉത്തരം ചെയ്യാതിരിക്കുമോ? ഇത്ര വേദനയോടുകൂടിയാണ് അദ്ദേഹം വരികൾ എഴുതുന്നത്. സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏക മതസരണിയുടെ വക്താക്കളായ മുസ്ലിങ്ങൾ എന്നേക്കുമായി നിസ്സഹായരും നിരാലംബരുമായി ഉപേക്ഷിക്കപ്പെടുമോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവാനിടയില്ല. നമുക്കും ആശ്വസിക്കാം. പക്ഷേ ഇത്രയും വേദനാജനകമായ ഈ ഒരു അവസ്ഥ ഖൈറുൽ ഉമ്മത്തായ ഏറ്റവും ഉത്തമ സമുദായമായ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീനാണ്, റഹ്മത്തുൽ ആലമീനാണ്. ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ലയോ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത്? ആദരവായ നബിതങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, യൂഷിക്കു അൻ യഅതി അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തും വയ ഖറാബു മിനൽ ഹുദാ
ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ഒരു കാലം വരും, അന്ന് ഇസ്ലാം ലാ യബ്കാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൻ്റെ നാമം മാത്രം അവശേഷിക്കുന്നൊരു കാലഘട്ടം. നോക്കുക, ഇന്ന് ആ കാലഘട്ടമല്ലേ? വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. തളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകത്തെ നോക്കിയല്ല, വളർന്നുകൊണ്ട് കിസ്രയെയും കൈസറിനെയും വെല്ലുവിളിക്കുന്ന മുസ്ലിം ലോകത്തെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഒരു കാലം മുസ്ലിങ്ങൾക്ക് വരാനുണ്ട്, അന്ന് ഇസ്ലാം നാമം മാത്രം അവശേഷിക്കുന്നതാണ്. അല്ലാമ ഹാലി 1879 പറയുകയുണ്ടായി, രഹാ ദീൻ ബാക്കി ന ഇസ്ലാം ബാക്കി, ഇസ്ലാം കാ ഫഖത്ത് രഹ ഗയാ എക് നാം ബാക്കി. ഇസ്ലാം ദീനുമില്ല, മതവുമില്ല, അതേപോലെ തന്നെ ഇസ്ലാം ഇന്ന് ശേഷിക്കുന്നില്ല, വെറും ഇസ്ലാമിൻ്റെ നാമം മാത്രമാണ് അവശേഷിക്കുന്നത്. സാരേ ജഹാസെ അഹച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പാടിക്കൊണ്ട് ഭാരതീയരെ പുളകമണിയിച്ച അല്ലാമ ഇഖ്ബാൽ, മഹാനായ കവി അല്ലാമ ഇഖ്ബാൽ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം പറയുന്നത്, शोर है हो गए दुनिया से मुसलमान नाबूद, हम ये कहते हैं कि थे भी कहीं मुस्लिम मौजूद. അദ്ദേഹം ചോദിക്കുകയാണ്, ലോകത്തൊക്കെ ഒച്ചപ്പാടാണ്, മുസ്ലിങ്ങളൊക്കെ നശിച്ചുപോയി എന്ന്. എന്നാൽ ഇക്ബാൽ ചോദിക്കുന്നത് എന്താ അറിയാമോ? നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ നശിച്ചുപോയി, മുസ്ലിങ്ങൾക്ക് അപജയം നേരിട്ടു എന്നൊക്കെ പറയുന്നു, പക്ഷേ അദ്ദേഹം ചോദിക്കുന്നു, മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. അതായത് ഈ ലോകത്ത് മുസ്ലിങ്ങൾ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ് കവി ചോദിക്കുന്നത്. അത്രയും വലിയ അപജയമാണ് മുസ്ലിം ലോകത്ത് നേരിട്ടത്. അദ്ദേഹം പറയുന്നു, വസമേ തും ഹോ നസാറ तो तमद्दुन में हुनूद, ये मुसलमान है जिन्हें देखकर शर्माए യഹൂദ്. വളരെ നാണമാണ്. വസമേ തും ഹോ നസാറ, നിങ്ങൾ നസറാനികളെ, ക്രിസ്ത്യാനികളെ നിങ്ങൾ അനുകരിച്ചിരിക്കുകയാണ്, സംസ്കാരത്തിലും നിങ്ങൾ ഹിന്ദുക്കളെയാണ് പിൻപറ്റിയിരിക്കുന്നത്. ജൂതന്മാർ പോലും ഈ മുസ്ലിങ്ങളെ കണ്ട് നാണിക്കുന്നൊരവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഇസ്ലാം പേരിന് മാത്രം അവശേഷിക്കുന്ന കാലം എന്നുള്ളത് വന്നു. ഇനി നമുക്ക് നോക്കാം, വലാ യബ്കാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലിപികൾ മാത്രം ശേഷിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കൽ സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടേ, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ നാമം മാത്രം, ലിപികളിൽ മാത്രം ശേഷിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇസ്ലാമിന് ഇങ്ങനെ അപജയം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആൻ ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ, അതെങ്ങനെ സംഭവിക്കുക? വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കുന്നു. ഈ പാരമ്പര്യവാദികളുണ്ടല്ലോ, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഹദീസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സിയാദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കും, ആ മക്കളെ പഠിപ്പിക്കും, അങ്ങനെ പാരമ്പര്യമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ പാഠങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് പിന്നീട് വിശുദ്ധ ഖുർആൻ ഇല്ലാതായിത്തീരുന്നത് എങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സിയാദ്, ഞാൻ കരുതി താങ്കൾക്ക് മദീനയിൽ കുറച്ച് ബുദ്ധിയുള്ള ആളാണ് എന്ന്. പക്ഷെ താങ്കൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? താങ്കൾ അവലൈസ ഹാസിൽ യഹൂദ് വൻ നസാറ യഖ്റഊന തൗറാത്ത വൽ ഇൻജീൽ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തും ഇൻജീലും പാരായണം ചെയ്യാത്തവരാണോ? പക്ഷെ അവർക്ക് എന്താണ് പറ്റിയത്? ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, അതനുസരിച്ച് ഒന്നും തന്നെ അവർ പ്രവർത്തിക്കുന്നില്ല. ഇതേ ഒരവസ്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും. ഞങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ വാഹകരാണ്, സ്റ്റഡി സെൻ്ററുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, സ്റ്റഡി ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, വിശുദ്ധ ഖുർആനാണ് ഞങ്ങളെ മാർഗദർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനെ പിന്നോട്ട് വലിച്ചെറിയുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ഒരു ഉദാഹരണം മാത്രം ഞങ്ങൾ മുമ്പാകെ വെക്കാം. ഈ അടുത്ത കാലത്ത് ഗൾഫ് യുദ്ധമുണ്ടായി. അതിൻ്റെ പരിണിത ഫലമായിട്ട് സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെടുകയുണ്ടായി. വളരെയധികം വേദനയോടുകൂടി ആ ദൃശ്യങ്ങൾ ഞാനും നിങ്ങളും ടി വിയിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും മനം തീർച്ചയായും വേദനിച്ചിട്ടുണ്ട്.
മുസ്ലിങ്ങളെന്നല്ല, മുസ്ലിങ്ങളുടെയും ഹൃദയം വേദനിച്ചിട്ടുണ്ട്. അത്രയും ധീരോദാത്തമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തെ കൊന്ന അവസ്ഥ. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഭവം നടന്നപ്പോൾ, ഈ ഒരു സംഭവം നടക്കാനുണ്ടായിരിക്കുന്ന അടിസ്ഥാന കാരണം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായിരിക്കുന്ന ലംഘനമാണ് എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് കുണ്ഠിതമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൈൻ താഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഅത ഇഹ്ദാഹുമാ അലൽ ഉഖ്റ ഫഖാതിലു ലത്തി തബഗി. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശമാണ്. വൈൻ താഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു, മുഅ്മിനീങ്ങളായിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലടിക്കുകയാണെങ്കിൽ, യുദ്ധം ചെയ്യുകയാണെങ്കിൽ, രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഫസ്ലിഹു ബൈനഹുമ, മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് ഇസ്ലാഹ് വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്, അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇനി ഒരു കക്ഷി അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് ആ അക്രമിയെ ഒതുക്കാൻ വേണ്ടി പ്രയത്നിക്കണമെന്നാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. ഇതൊക്കെ എല്ലാ പണ്ഡിതന്മാർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് സദ്ദാം ഹുസൈൻ എന്ന ഭീകരനെ, അങ്ങനെയാണല്ലോ സൗദി അറേബ്യയും ലോകമൊക്കെ പറയുന്നത്, ആ ഭീകരനെ ഒതുക്കാൻ വേണ്ടി ഇന്ന് മുസ്ലിങ്ങൾ ചെയ്തത് എന്താണ്? ജൂതരെയും ക്രിസ്ത്യാനികളെയും കൂട്ടുപിടിച്ചു. എന്നിട്ട് വളർന്നു വരുന്നൊരു മുസ്ലിം രാഷ്ട്രത്തെ തകർക്കാൻ അവർ രംഗത്തിറങ്ങി. വിശുദ്ധ ഖുർആൻ ഇവർക്ക് നേരത്തെ നൽകിയൊരു പാഠമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നോക്കുക, പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് ആരെക്കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, മതപരമായിരിക്കുന്ന കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ, അതായത് നിങ്ങൾ ഉറ്റ ബന്ധുക്കളായിക്കൊണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്നാണ്. എത്ര വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പാഠമൊക്കെ മുസ്ലിം ലോകത്തിന് അറിയാമായിരുന്നു. 1991 ഫെബ്രുവരി 15 വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ഷബാബ്, എല്ലാവർക്കും അറിയാമല്ലോ ഷബാബ്. ആ ഷബാബിൽ ഇത് സംബന്ധമായിട്ട് എഴുതുകയുണ്ടായി. ഈ ഖുർആൻ കൽപ്പന ഞങ്ങൾക്കറിയാം, മുസ്ലിം ഉച്ചകോടിക്കറിയാം, പക്ഷെ ഒക്കെ അറിഞ്ഞിട്ട് എന്താ എഴുതിയറിയാം. ഇവിടെ അതിക്രമകാരികളായ വിഭാഗത്തോട് അതിക്രമം കഴിയുന്നത് വരെ പോരാടണമെന്ന കൽപ്പന മുസ്ലിം സമൂഹത്തോടാണ്, അഥവാ മുസ്ലിം രാഷ്ട്രങ്ങളോടാണ്. ഇന്ന് ഇറാഖ് എന്ന അതിക്രമകാരിയോട് പൊരുതി അതിക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിവുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഇല്ലെന്നാണ് ഇസ്ലാമിക ഉച്ചകോടികൾ തെളിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇടപെടലിനെ നാം വീക്ഷിക്കേണ്ടതെന്ന്. അതായത് വിശുദ്ധ ഖുർആൻ ഒന്ന് പറയുന്നു, നിങ്ങൾ തഖ്വയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്ന്. ഈ അധ്യാപനം എടുത്തുകൊണ്ട് ഹദ്റത്ത് മിർസ താഹിർ അഹമ്മദ് റഹ്മത്തുള്ളാഹി തആല 1990 മുസ്ലിം ലോകത്തോടൊരു വാർണിംഗ് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, ഒരു താക്കീത് നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന നിങ്ങൾ അവഗണിക്കരുത്. അവഗണിച്ചാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പിന്തിരിയാൻ പറ്റാത്ത പരാജയം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേൾപ്പിക്കുകയാണ്. 1990 ഓഗസ്റ്റ് മാസം 17 അദ്ദേഹം വെള്ളിയാഴ്ച ചെയ്ത പ്രസംഗത്തിലാണ് ഇറാഖിനോടും മുസ്ലിം രാഷ്ട്രങ്ങളോടും പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തന്നെ ഈ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശത്തെ പിൻപുറം തള്ളരുത് എന്ന്. ഉച്ചകോടി പറഞ്ഞ് നമുക്ക് പിൻപുറമൊക്കെ തള്ളിയിട്ട് നമുക്ക് അമേരിക്ക വിളിക്കാം, ബ്രിട്ടനെ വിളിക്കാം, പിന്നെ എന്താകുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വിളിച്ചാൽ എന്താകുമെന്ന് അദ്ദേഹം പറയുകയാണ്. അള്ളാഹുവിൻ്റെ പാഠമനുസരിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അതിന് സ്വയം പ്രതിവിധി ഉണ്ടാക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ, ഇപ്പോൾ ബദർ യുദ്ധം ജയിച്ചത് എങ്ങനെയാണ്? ആൾബലം കൊണ്ടാണ് മുസ്ലിങ്ങൾ ബദർ യുദ്ധം ജയിച്ചത്? ഒരിക്കലുമല്ല. 313 പേര് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ, കുട്ടികൾ, വൃദ്ധന്മാർ, മരത്തിൻ്റെ കുറച്ച് വാള്, ഇതുകൊണ്ട് പോകണം 1000 പേരടങ്ങുന്ന എല്ലാവിധത്തിലുള്ള യുദ്ധസന്നാഹങ്ങളുമുള്ളൊരു സൈന്യത്തെ നേരിടുന്നത്. ഭൗതികമായി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. മുസ്ലിങ്ങൾക്കറിയാം മലക്കുകൾ ഇറങ്ങി സഹായിച്ചതാണ് എന്ന്. എന്തേ ആ വീര്യം ഇന്ന് മുസ്ലിങ്ങൾക്കില്ലേ? ആ വിശ്വാസം ഇന്ന് മുസ്ലിങ്ങൾക്ക് എവിടെ പോയി?
അതാണ് മിർസ താഹിർ അഹമ്മദ് അവരോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ പാഠമനുസരിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അതിന് സ്വയം പ്രതിവിധി ഉണ്ടാക്കും. ഇറാഖിൻ്റെ തലക്കുമീതെ ആടിക്കൊണ്ടിരിക്കുന്ന ഈ വിപത്തുകളിൽ നിന്ന് അള്ളാഹു അതിനെ രക്ഷിക്കും. നമ്മുടെ വിനീതമായ ഒരു അപേക്ഷയും ഉപദേശവുമാണിത്. കാരണം ഖുർആനിക പാഠമാണ് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി സ്വീകരിച്ച് എൻ്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഭയാനകമായ വിപത്തുകളെ മുസ്ലിം ലോകം കാണാൻ പോവുകയാണ്. പിന്നീട് കാലങ്ങളോളം വിലപിച്ചും നിലവിളിച്ചും തലയിട്ടടിച്ചും ഇരിക്കേണ്ടതായി വരും. ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥയാണ്. ആരുമില്ല മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആരും തന്നെ അനക്കാൻ പോലുമില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് നിശബ്ദമായി, അതായത് ഇദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആന്റെ പാഠമനുസരിച്ചുകൊണ്ട് മറ്റെല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും സദ്ദാം ഹുസൈനെതിരെ സമ്മർദ്ദം ചെലുത്തണം, നിങ്ങൾ കുവൈത്തിൽ നിന്നും പിന്തിരിയുക, അതേപോലെ തന്നെ ബന്ദികളെ പിടിച്ചതെല്ലാം തന്നെ അവരെ സ്വതന്ത്രരാക്കുക, ആരെയും തന്നെ ടൂറിസ്റ്റുകളെ ഒന്നും ബന്ദികളാക്കാൻ പാടില്ല, അവരെല്ലാം ഓരോ രാഷ്ട്രത്തിൻ്റെയും തന്നെ അമാനത്തുകളാണ്, അമാനത്തിൽ ഒരിക്കലും തന്നെ വഞ്ചന കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് താങ്കൾ കുവൈത്തിൽ നിന്നും പിന്മാറുക, എന്നാൽ പിന്നീട് വളം ശക്തിയായി താങ്കൾ വളരുന്നതാണ് എന്ന്. ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് നിശബ്ദമായി യുക്തിയോടുകൂടി അവർ മുന്നോട്ട് നീങ്ങിയാൽ ആഗോള ഇസ്ലാം അടുത്ത 10-15 വർഷത്തിനുള്ളിൽ അന്യർക്ക് അവഗണിക്കാൻ കഴിയാത്ത വിധം അജയ്യ ശക്തിയായി മാറും. ഇന്ന് അബദ്ധം പിണഞ്ഞാൽ, 1990 പറയുന്നത്, തെറ്റുപറ്റിയാൽ മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ഭയാനകമായ നാശത്തിന്റെ ഗർത്തത്തിൽ ആപതിക്കും. സദ്ദാം ഹുസൈൻ ആ ഗർത്തത്തിലാണ് 15 വർഷത്തിന് ശേഷം, 1990 കൂട്ടിക്കോളൂ, 2005 അദ്ദേഹം പിടിക്കപ്പെടുന്നു, 2006 തൂക്കിലേറ്റപ്പെടുന്നു. ആ ഗർത്തത്തിൽ ആപതിക്കുമെന്ന് 15 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അത് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായിരിക്കുന്ന ലംഘനം. കൂട്ടുപിടിക്കരുത് എന്ന് അള്ളാഹു ഇന്ന സമൂഹങ്ങളെ നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ പേടിച്ച് കൂട്ടുപിടിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജനിക്കുന്നതിന് മുമ്പ് അബ്റഹത്ത് കഅബയെ തകർക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ വലിയൊരു ആനപ്പടയുമായിട്ടാണ് അബ്റഹത്ത് വന്നത്. അപ്പോൾ അബ്റഹത്ത് വന്നപ്പോൾ അബ്റഹത്തിൻ്റെ സൈന്യം അബ്ദുൽ മുത്തലിബിൻ്റെ കുറേ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചു. അങ്ങനെ ഉടനെ തന്നെ പറഞ്ഞു, ഞാനിതാ കഅബം പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അറബികളെ ആകെയുള്ള പ്രതീക്ഷ കഅബമായിരുന്നു, കഅബത്തുള്ള. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ്, നമ്മൾക്കൊന്നും ഏതായാലും നേരിടാനുള്ള കഴിവൊന്നുമില്ല, കഅബം പൊളിക്കാൻ ആരെങ്കിലും വന്നാൽ തന്നെ ശക്തി നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം മലമുകളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അബ്റഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അബ്റഹത്ത് കരുതി എന്തോ ഒരു ചർച്ചയൊക്കെ ചെയ്ത് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനിൽ ഈ പരിപാടി ഞങ്ങളോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാനായിരിക്കും വന്നത് എന്നാണ് അബ്റഹത്ത് മനസ്സിലാക്കിയത്. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറയുകയുണ്ടായി, എൻ്റെ ഒരു 200 ഒട്ടകത്തെ താങ്കളുടെ സൈന്യം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അതെനിക്ക് വേണമെന്ന്. അപ്പം അബ്റഹത്തിനാകെ ദേഷ്യം പിടിച്ച്, ഞാനിവിടെ വലിയൊരു ആനക്കാര്യമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചേനക്കാര്യമായിട്ടാണ് വന്നത്. അതായത് കഅബം പൊളിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് 200 ഒട്ടകങ്ങളുടെ കാര്യം. ഇതാണ് നിങ്ങൾ, ഞാൻ കരുതി അദ്ദേഹത്തിൻ്റെ അബ്റഹത്ത് പറഞ്ഞു, ഞാൻ കരുതി നിങ്ങൾ വലിയൊരു നേതാവായിരിക്കും, മക്കയുടെയൊക്കെ നേതാവല്ല, അപ്പം വലിയ ഒരു ബുദ്ധിമാന്മാരായിരിക്കും എന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ താങ്കൾ ഇപ്പോൾ ഞാൻ കഅബം പൊളിക്കാൻ വേണ്ടി പോകുമ്പോൾ താങ്കൾ ഒട്ടകത്തെ ചോദിക്കാനാണ് വന്നത്, ലജ്ജയില്ലേ താങ്കൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ ഒരു ഈമാൻ പോലും ഇന്ന് മുസ്ലിം ഉച്ചകോടിക്കില്ല എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ എന്താ അറിയാമോ? അബ്റഹത്തെ, ഞാൻ ഒട്ടകത്തിന് ഉടമസ്ഥനാണ്, അത് നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ആ കഅബയ്ക്ക് ഒരു ഉടമസ്ഥനുണ്ട്, ആ കഅബ ആ ഉടമസ്ഥൻ നോക്കിക്കോളും, അബ്ദുൽ മുത്തലിബിന് നോക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇത്രയെങ്കിലും ഒരു ഈമാൻ ഇന്ന് മുസ്ലിം ലോകത്തിനുണ്ടായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ വിധത്തിൽ പിന്മറം തള്ളുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത്, വലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മ മസാജിദും ആമിറത്തും വയ ഖറാബും മിനൽ ഹുദാ. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അന്ന് പള്ളികൾ ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ പറയുന്നു, പള്ളികൾ എടുക്കുന്ന കാര്യത്തിൽ മത്സരിക്കുമെന്നാണ്.
ഇന്ന് ഓരോ മഹല്ലിലും ഇത്ര പള്ളികളാണ്. പോകട്ടെ, പള്ളികൾ നല്ല കാര്യമാണ്, നമ്മളവിടെ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയ ഖറാബു മിനൽ ഹുദാ, ഹിദായത്ത് അവിടെ ലഭിക്കുകയില്ല എന്നാണ്. പണ്ടുള്ള പള്ളികളായിരുന്നു മുസ്ലിം ലോകത്തിന് മാർഗദർശനം നൽകിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, പള്ളിയിൽ കയറുമ്പോൾ എവിടെ നിന്നാണ് അടി വരിക, മുളക് പൊടി വരിക എന്നറിയില്ല. പോലീസ് കാവൽ. ഞാൻ അതിലേക്ക് വിശദീകരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ പള്ളികളെ സംബന്ധിച്ച്, മദ്രസകളെ സംബന്ധിച്ച് പലതും പേപ്പറിൽ വരുന്നു. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, പത്രവായനക്കാരായ നിങ്ങൾക്കെല്ലാം അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു എത്ര കറക്റ്റാണ്. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇന്ദിയും തഖ്റുജുൽ ഫിത്ന വഫീൻ തഊദ്. അന്നുള്ള ഉലമാക്കൾ ആകാശത്തിന് കീഴിൽ നികൃഷ്ട ജീവികളായിരിക്കും. ആ നികൃഷ്ട ജീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കും പോകുന്നില്ല, കാരണം ഇതെല്ലാം റസൂലുള്ളാഹിൻ്റെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ആ ഹദീസ് കേൾപ്പിക്കാം, എൻ്റെ ഉമ്മത്തിൽ കുഴപ്പങ്ങളുണ്ടാകും. ഫയസീറുന്നാസ് ഇലാ ഉലമാഇഹിം, അങ്ങനെ അവരുടെ ഉലമാക്കളെടുത്ത് ജനങ്ങൾ പോകും. ഭയങ്കര കുഴപ്പമൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എന്താണ് സാഹിബേ ഇത് എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന. അപ്പോൾ എന്താ സ്ഥിതി അറിയാം. അപ്പോൾ അവർ ഉലമാക്കളെ കാണും, ഫൈദാ ഖിറദത്തും വ ഖനാസീർ, അവർ കുരങ്ങുകളും പന്നികളും പോലെ ജനങ്ങൾ അവരെ കാണുന്ന. അതാണ് തഹ്ത അദീമിസ് സമാ, ആകാശത്തെങ്കിലെ ഏറ്റവും നികൃഷ്ടജീവികൾ. അവരിൽ നിന്ന് ഫിത്നകൾ പുറപ്പെടും, ഫിത്ന അവരിലേക്ക് പോകും. കാരണം ഞാനിത് പറയുന്നത് ഒന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇവിടെ ഈ മുസ്ലിങ്ങൾ അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരില്ലേ, അവർ നന്നാക്കിക്കൊള്ളില്ലേ, നന്നാക്കില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പണ്ഡിതന്മാരുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നയൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാവുക, അവരിലേക്ക് അതിന് തിരിച്ചു പോകും. ഞാൻ കേരളക്കരയിലുള്ള നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ ഇന്ന് മുസ്ലിം കക്ഷികൾ തമ്മിൽ അവർ പരസ്പരം തമ്മിലടിക്കട്ടെ, അവർക്ക് അവരുടേതായിരിക്കുന്ന വഴി സ്വീകരിക്കാം. പക്ഷേ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ സുന്നികൾ രണ്ടായി, നമുക്കറിയില്ല എന്തിന് പിളർന്ന് എന്തൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി സുന്നികൾ മുമ്പോട്ട് വെച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഖുത്ബ അറബി തന്നെ വേണം, തറാവി അത് 18-3-21 തന്നെ വേണം, ഖുത്റാത്തീബ് അതുപോലെ തന്നെ മൗലൂദ് ഇതെല്ലാം വേണം. സുന്നികൾ രണ്ടായപ്പോൾ ഇവരിൽ ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഖുത്ബ അറബി തന്നെ വേണമെന്നാണ്. തറാവിയിൽ വ്യത്യാസമില്ല, അതേപോലെ തന്നെ റാത്തീബുകളിലും മൗലൂദുകളും വ്യത്യാസമല്ല. ഒരു സാധാരണ വ്യക്തിക്ക് ചോദിക്കാനുള്ള പിന്നെ എന്തിനാ നിങ്ങൾ അതേപോലെ തന്നെ റാത്തീബുകളിലും മൗലൂദുകളും വ്യത്യാസമല്ല. ഒരു സാധാരണ വ്യക്തിക്ക് ചോദിക്കാനുള്ള പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടായത്? പള്ളി എന്തിനാ രണ്ടാക്കി? അതേപോലെ തന്നെ മദ്രസ എന്തിനാ ഉണ്ടാക്കി? പോകട്ടെ, ഇനി മുജാഹിദ് പ്രസ്ഥാനത്തെ നമുക്ക് എടുക്കാം. അവർക്ക് അവരുടേതായിരിക്കും മാർഗമുണ്ട്, എനിക്കതിലൊന്നും വിമർശിക്കാനൊന്നുമില്ല, കാരണം വിമർശിക്കൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണ വ്യക്തി ചോദിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനക്കാർ ഏറ്റവും ആശയപരമായിട്ട് അവർ മുമ്പിൽ വെച്ചിരുന്നൊരു കാര്യം ഇവിടെ ഖുത്ബ മലയാളത്തിൽ വേണം, ആ ഭാഷയിൽ വേണം എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ തറാവി അത് എന്ന് പറഞ്ഞാൽ 8 റക്അത്ത് 8-3-11 ഇത്രയും കൂടിയിട്ട് അതേ പാടുള്ളൂ. ഈ റാത്തീബുകൾ പാടില്ല, ഖബർ പൂജ പാടില്ല, അതൊന്നും പാടില്ല എന്നുള്ളത്. വളരെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. പക്ഷേ ഈ മുജാഹിദുകൾ രണ്ടായപ്പോൾ ഇന്നും അവർക്ക് ഈ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. ഖുത്ബ മലയാളത്തിൽ തന്നെയാണ്, തറാവി അത് തന്നെ. രണ്ടു കൂട്ടരും പള്ളിയിൽ സ്ത്രീകൾ പോകുന്നുണ്ട്, മൗലൂദും റാത്തീബൊന്നും അവർക്ക് പാടില്ല. പിന്നെ എന്തിന് രണ്ടായി? അപ്പോൾ ആരാണ് ഇതിനെ രണ്ടാക്കിയത്? ആരാണ് ഇതിനെ പിളർത്തിയത്? നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാഉൻ ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇന്ദിൻ തഖ്റുജുൽ ഫിത്ന വഫീൻ തഊദ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമുക്ക് പറഞ്ഞു. അന്ന് മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി പിരിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇനി വരാൻ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കാരണം ഇത് ഓരോന്ന് പറയുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് റസൂലുള്ളാഹിൻ്റെ പേര് സലാത്ത് എല്ലാം തോന്നും. കാരണം എത്ര കണിശതയോട് കൂടി ഓരോന്നും നമുക്കിങ്ങനെ ഒരു കുട്ടിയെ പിടിച്ച് നടത്തുമ്പോൾ റസൂൽ നടത്തുന്നത് പോലെ അത് അവിടെ അപകടമുണ്ട്, ഇവിടെ അപകടമുണ്ട്, ഈ വഴിയിൽ കൂടെ നീ പോവുക എന്ന് പറഞ്ഞുകൊണ്ട്, അവിടെയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഴി നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, തഫ്തരിഖ് ഉമ്മത്തി അലാ 73 മില്ല,
നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായം ബനീ ഇസ്രായേലുകൾ അവർ 72 കക്ഷികളായി പിരിഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുന്നതാണ്. കുല്ലും ഫിന്നാരില്ലാ മില്ലത്തൻ വാഹിദ. അതിൽ ഒരു കക്ഷി ഒഴികെ മറ്റെല്ലാവരും തന്നെ നരകത്തിലേക്ക് പോകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്ക് പോകും. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു കക്ഷി ഒഴികെ. ഇവിടെ അല്പമൊന്ന് ഈ ഹദീസ് ശ്രദ്ധിക്കണം. എല്ലാ മുസ്ലിം സംഘടനകളും എടുത്തു പറയുന്ന ഒരു ഹദീസാണിത്. എന്നിട്ട് പറഞ്ഞ് ഞങ്ങളാണ് മോക്ഷത്തിന് അർഹരായിരിക്കുന്ന കക്ഷി എന്നെല്ലാവരും പറയും. അപ്പം നിങ്ങളും ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയല്ലേ പറയാനുള്ളതെന്നാ. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തിരുമേനിയുടെ ഹദീസിലേക്ക് തന്നെ പോകാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത് തഫ്തരിക്കു ഉമ്മത്തി എന്നാണ്. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് ഉമ്മത്ത്. ഇസ്ലാം 5ഉം ഈമാൻ 6ഉം പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഉമ്മത്ത്. അല്ലാത്തവരെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എന്ന് പറയാം. ഇങ്ങനെ 5 നേരം നമസ്കരിക്കുന്നവർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കലിമാ ഷഹാദത്ത് ചെല്ലുന്നവർ, റമളാൻ മാസം നോമ്പ് നോക്കുന്നവർ, സക്കാത്ത് 2.5% സക്കാത്ത് എടുക്കുന്നവർ, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നവർ, അതേപോലെ തന്നെ അള്ളാഹുവിലും മലക്കുകളിലും കിതാബിലും അമ്പിയാക്കളിലും അതുപോലെ തന്നെ ഖൈർ ഷറിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലൊക്കെ വിശ്വസിക്കുന്നവരും, ഇങ്ങനെയുള്ളവരല്ലേ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. ഈ ഉമ്മത്തന്നെ 73 കക്ഷികളായി പിരിയുമ്പോൾ ഇവരിൽ 72 പേര് നരകത്ത് പോകുന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഒരാളെ പള്ളി നോക്കിയിട്ടോ നമസ്കാരം നോക്കിയിട്ടോ നോമ്പ് നോക്കിയിട്ടോ സക്കാത്ത് നോക്കിയിട്ടോ ഹജ്ജ് നോക്കിയിട്ടോ ഏത് സ്വർഗത്ത് പോകുന്ന വിധിക്കാൻ ഈ സമയത്ത് കഴിയില്ല. കാരണം റസൂലുള്ളാഹിയിൽ നിന്നും ദീന് പഠിച്ചവരല്ലേ സഹാബത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 73 കക്ഷികളിൽ 72 നരകത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണെന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്തിന് അറിയില്ലേ? അവർ പഠിച്ചിട്ടുണ്ടല്ലോ സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണ് എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവർക്ക് മനസ്സിലായി ഈ അടയാളങ്ങളൊന്നും തന്നെ സ്വർഗത്ത് പോകുന്ന കക്ഷിയെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ ഉടനെ തന്നെ ചോദിക്കുകയുണ്ടായി, കാലു മൻഹേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? ഈമാനും ഇസ്ലാമും മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അല്ലാഹുവിന്റെ റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് ആ അവസ്ഥയിലുള്ളത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റ് ഹദീസുകളിൽ കൂടുതലായി വന്നിട്ടുള്ളത് വഹിയൽ ജമാഅ, അത് അൽ ജമാഅത്തായിരിക്കുമെന്നാണ്. പൊതുവിൽ ഇതിനെയും ചിലർ പറയാറുള്ളത് ഞങ്ങളൊക്കെ മാനാലൈ വാസാബി എന്നാണെന്നാണ്. അതായത് റസൂലുള്ളാഹിനെയും എന്നെയും എൻ്റെ സഹാബത്തിനെ പിൻപറ്റുന്നവർ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതെന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളൊക്കെ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹിനെയും റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ പിൻപറ്റാത്തവരാണോ സുന്നികൾ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവരാ. മുജാഹിദുകളും പറയും, ജമാഅത്തെ ഇസ്ലാമി പറയും, തബ്ലീഗ് പറയും, എല്ലാവരും പറയും ഞങ്ങൾ അള്ളാഹിനെ റസൂലുള്ളാഹിനെ സഹാബത്തെ പിൻപറ്റുന്നവരാണെന്ന് എല്ലാവരും പറയാം. പിന്നെ നമുക്ക് റസൂൽ തിരുമേനി പറഞ്ഞു തന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് ആകെ സംശയത്തിലായിപ്പോയോ? അല്ല, റസൂലുള്ളാഹി യത്തബിഉനി വസ്ഹാബി എന്ന് പറഞ്ഞിട്ടില്ല. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിലകൊള്ളുന്നത്. അതാണ് അൽ ജമാഅ. ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ജമാഅത്തല്ലാത്തൊരു ഇസ്ലാമില്ല. വലാ ജമാഅത്ത ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വമില്ലാത്തൊരു ജമാഅത്തില്ല. വലാ ഇമാറത്ത ഇല്ലാ ബിൽ ഇത്താ, അനുസരിക്കപ്പെടാത്തൊരു നേതാവുമില്ല. അപ്പോൾ അനുസരിക്കുന്ന നേതാവിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിനാണ് ഇസ്ലാം എന്ന് പറയുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രാദേശികമല്ല. റബ്ബുൽ ആലമീനായ അള്ളാഹു, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമുക്ക് അയച്ചിരിക്കുന്ന പ്രവാചകൻ റഹ്മത്തുൽ ആലമീനാണ്, സർവ്വലോകർക്കും അനുഗ്രഹിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം ആഗോള മതമാണെന്ന്. ആ പ്രാദേശികത റസൂലുള്ളാഹിക്ക് മുമ്പാണ്. അതുകൊണ്ട് പ്രാദേശികത വിട്ടുകൊണ്ട് ആഗോള തലത്തിലുള്ള ഒരു ആത്മീയ നേതൃത്വം, ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു സംഘം, അതാണ് റസൂലുള്ളാഹി. റസൂലുള്ളാഹിയാവുന്ന നേതൃത്വം ആ റസൂലുള്ളാഹിന്റെ ചുറ്റുമുള്ള സഹാബത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. ഇന്നല്ലസീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. റസൂൽ തിരുമേനി സഹാബത്ത് എല്ലാവരും റസൂലുള്ളാഹിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നാരാണ് ബൈഅത്തിന്റെ സിസ്റ്റം ഉണ്ടോ? അൽ ജമാഅത്ത് എന്നുള്ളൊരവസ്ഥ ഏതെങ്കിലും ഒരു കക്ഷിക്കുണ്ടോ? ആഗോള തലത്തിലൊരു നേതാവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊന്നും കൂടി പറയുകയുണ്ടായി.
ഇത് എല്ലാ ഹദീസ് ഗ്രന്ഥത്തിലുള്ളതുമാണ്. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അബൂദാവൂദ്, അതുപോലെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളൊരു ഹദീസാണ് ഇതിനെ ഞാൻ വളരെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് ഉസൈഫത്ത് യമാൻ റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ വ്യക്തമായിരിക്കുന്നൊരു ചിത്രം ഞാൻ അതിൻ്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ പല വിധത്തിലുള്ള വിപത്തുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ഉസൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ട, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ അവസാനത്ത് ഇങ്ങനെ ഈ നന്മക്ക് വന്നതിന് ശേഷം ഈ അവസാന തിന്മ ഉണ്ടാകുമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആം, ഉണ്ടാകും. ദുആത്തുൻ ഇലാ അലാ അബ്വാബി ജഹന്നം, ജഹന്നമിലേക്ക്, നരകത്തിലേക്ക് വിളിക്കുന്നൊരു ശബ്ദം, ഒരു വിളി ഉണ്ടാകും. അപ്പോൾ അത് അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫുൻ ലനാ, ആ കാലഘട്ടത്തെ ഒന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും. കാലഹും മിൻ ജിൽദത്തിനാ വയതകല്ലമൂന ബിഅൽസിനത്തിനാ, നമ്മളെ ആൾക്കാരായിരിക്കും അവരൊക്കെ, നമ്മളെ ജിൽദ്, നമ്മുടെ തൊലിയൊക്കെ ധരിച്ചവരായിരിക്കും, നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും. എല്ലാവരും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ്, അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാവരും പറയും. റസൂലുള്ള പറഞ്ഞതാ അത്. ഇതൊക്കെ ഇങ്ങനെ വിളിക്കുന്ന കുറേ വിളിയാളന്മാരുണ്ടാവും, നമ്മളെ ആൾക്കാരായിട്ട് വരും. പക്ഷേ നിങ്ങൾ അബദ്ധം പിണയരുത്, നിങ്ങൾക്ക് അബദ്ധം പിണയാൻ പാടില്ല. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ എല്ലാവരും തന്നെ ഖുർആനിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുക, റസൂലുള്ളാഹിന്റെ ഹദീസും പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുക, ഞങ്ങൾ എന്താണ് റബ്ബേ ചെയ്യേണ്ടത്? ഹദീസുള്ള വാക്കുകളാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെയും നിങ്ങളുടെയും ചോദ്യമാണിതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ മറുപടി നിങ്ങൾ നോക്കുക. ഇതാണ് ഇന്ന് ആർജവമുള്ള ഓരോ മുസ്ലിമും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽസമു ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമുഹും, മുസ്ലിങ്ങളുടെ ഇമാമിനെയും, ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമുഹും, മുസ്ലിങ്ങളുടെ ജമാഅത്തിനെയും അവരുടെ ഇമാമിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ആ സഹാബി വീണ്ടും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ മക്കയിലൊരു ഇമാമും, മദീന വേറെ ഇമാമും, സൗദി അറേബ്യ, ഇറാഖിലെ വേറെ ഇമാമും, ഇന്ത്യയിൽ വേറെ ഇമാമും, അങ്ങനെ പറ്റില്ലല്ലോ. ഒരു ഇമാം, അദ്ദേഹത്തിൻ്റെ അൽ ജമാഅത്ത്, അതിൽ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, വൈലം തകുൻ ജമാഅത്തും വലാ ഇമാമുൻ, ഇനി അങ്ങനെ ഒരു ജമാഅത്തും ഇമാമും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും കക്ഷി ചേരാൻ പറ്റുമോ? ഇന്നാകെയുള്ള ഇസ്ലാമിൻ്റെ ശാപം എസ്സുകളാണ്, കക്ഷികളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅതസിൽ തിൽക്കൽ ഫിറഖ കുല്ലഹ, എല്ലാ കക്ഷികളുമായിട്ടുള്ള ബന്ധം നീ വിച്ഛേദിക്കണം, എന്നിട്ട് വനവാസത്തിന് പോകണം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാട്ടിൽ പോയിട്ട് മരത്തിൻ്റെ വേര് തിന്ന് ജീവിച്ച് അവിടെ വെച്ച് ജീവിക്കുക, കക്ഷികളിൽ അണിചേരാൻ പാടില്ല. ഇഷ്ടംപോലെ കക്ഷികളുണ്ടാവുമെന്ന് പറഞ്ഞു. കുറേ നരകത്തിലെ വിളിക്കുന്ന വിളിയാളന്മാരുണ്ടാകും. ആഗോള തലത്തിൽ നിനക്കൊരു ആത്മീയ നേതാവും അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ പ്രാദേശിക കക്ഷികളെ വിട്ടൊഴിയണം. ഇവിടെ നാട്ടിൽ നിന്ന് കക്ഷികൾ ചേരേണ്ടി വരികയാണെങ്കിൽ നാട്ടിൽ നിൽക്കണ്ട, കാട്ടിൽ പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എല്ലാവരും ഒരൊറ്റ കുട്ടി ഇത് ലൈഫാന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും ഇതെടുത്ത് പറയുന്നു ഇപ്പോൾ. പക്ഷേ നമുക്കിന്ന് ഒരാഗോള നേതൃത്വമില്ല. ഇന്ന് മുസ്ലിം ലോകം ആവശ്യപ്പെടുന്ന എന്താണ്? എല്ലാവർക്കും വേണ്ടതാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരെ എഴുതിയ അൽ ഖാദിയാനിയത്ത് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അബുൽ ഹസൻ അലി നദവി എഴുതിയതാണ്. എനിക്കെതിരിൽ എഴുതിയതാണെങ്കിലും അത് സുഹൈർ ചുങ്കത്തറ നമുക്ക് വിവർത്തനം ചെയ്ത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ എഴുതുന്നത് എന്താ അറിയാം? അബുൽ ഹസൻ അലി നദവി എഴുതുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചതിന് ശേഷം ഒരിക്കലും പുതിയ ഒരു മതം നമുക്ക് ആവശ്യമേ ഇല്ല. ശരിയാണ്, നമുക്ക് പുതിയൊരു മതം വേണ്ട, പുതിയൊരു സുന്നത്ത് വേണ്ട. നമുക്ക് വേണ്ടത് ഈ മതം മതി, ഇസ്ലാം മതി. അവൻ യബ്തഗി ഗൈറൽ ഇസ്ലാം മദീന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഇസ്ലാം മതി. പക്ഷെ അതിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് വേണ്ടത് എന്താണ്? എല്ലാവരും പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചതിന് ശേഷം ഒരിക്കലും പുതിയൊരു മതം നമുക്ക് ആവശ്യമേ ഇല്ല. മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പല ദശകളിലും ആധുനികത സൃഷ്ടിച്ച പ്രതിസന്ധികളെ ചെറുക്കുകയും സമകാലീന ജീവിതത്തിൻ്റെ പ്രേരണകളെയും ആധുനിക ഭൗതിക ചിന്താധാരകളുടെ ശക്തിയെയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന പുതിയ ഈമാൻ, അതാ പുതിയ ഈമാൻ ഈ സമൂഹത്തിന് ആവശ്യമാണ്. നമുക്ക് വേണ്ടത് ഈമാനാണ്. അതാണ് അബുല്ലാല മൗദൂദി സാഹിബ് പറഞ്ഞത്. മൗദൂദി സാഹിബ് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. തർജുമാനുൽ ഖുർആൻ 1942 പേജ് 4 മുതൽ 6 വരെ പേജിൽ പറയുന്നു.
അധികം പേരും ഇഖാമത്തുദ്ദീനിന് വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടതൊരു അള്ളാഹു അയക്കുന്ന ഒരാളെയാണ്. ഇതിൽ കുറഞ്ഞ ആരും തൃപ്തരല്ല. അതാണ് അധികം പേരും ഇഖാമത്തുദ്ദീനിന് വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർക്ക് ഇന്നൊരു നബിയെയാണ് ആവശ്യം. നാവ് കൊണ്ട് ഖതമുൻ നുബുവത്ത് എന്ന് ഉരുവിടുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം മറ്റൊരു നബി വരാമെന്ന് പറയുന്നവൻ്റെ നാവ് പിഴുതെടുക്കാൻ ഒരുമ്പെടുന്നുവെങ്കിലും അവരുടെ അന്തരംഗം മനസാക്ഷി ഒരു നബിയെയാണ് ആവശ്യപ്പെടുന്നത്. നബിയിൽ കുറഞ്ഞ ഒന്നിലും അവർ തൃപ്തരല്ല. കക്കാട് മുഹമ്മദ് ഫൈസിയും ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് പിന്നെ പറയുന്നു, ഈ സമുദായത്തിൻ്റെ സർവതല രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി ആഗോളതലത്തിൽ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ നേതൃത്വം വഹിക്കുന്ന ലക്ഷണമൊത്ത ഒരു നായകൻ്റെ സജീവ സാന്നിധ്യമാണ്. അള്ളാഹുവിൻ്റെ സവിശേഷമായ സഹായമുള്ള, പ്രത്യേകം അടിവരയിട്ട് നോക്കേണ്ടതാണ്, അള്ളാഹുവിൻ്റെ സവിശേഷമായ സഹായമുള്ള ഒരു ഇമാം ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാറ്റിനും പരിഹാരം. ആരും തന്നെ മറ്റൊരു പരിഹാരം പറഞ്ഞിട്ടില്ല. അല്ലാമ ഇഖ്ബാലും പറഞ്ഞു, യെ ദൗർ അപ്നെ ബറാഹി കി തലാഷ് മേ ഹേ സനം കദാ ഹെ ജഹാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ബിംബങ്ങളാണ്. അതുകൊണ്ട് ഈ ബിംബങ്ങളെ തകർക്കാൻ ഇന്ന് നമുക്ക് വേണ്ടത് ഒരു ഇബ്രാഹീമിനെയാണ്. ഇബ്രാഹീമിനെ ആവശ്യപ്പെടുന്നു ലോകം, ഒരു നബിയെ ലോകം ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തു സാഫാത്തിൽ, വലഖദ് ളല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ വലഖദ് അർസൽനാ ഫീഹിം മുൻദിരീൻ. ഇതിനു മുമ്പും സമൂഹങ്ങളൊക്കെ വഴികേടിലായിട്ടുണ്ട്. പക്ഷേ അവരെയെല്ലാം തന്നെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു താക്കീതുകാരെ നിയോഗിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയിനാണ്. ഇനിയൊരു പുതിയ നബിയുടെ വരേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വരേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ എല്ലാവരും വരും എന്ന് പറയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും വരുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ രണ്ട് അവതരണത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഉമ്മീയങ്ങളിൽ വന്നു എന്നും ഇനി ഇവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിൽ റസൂൽ തിരുമേനി തന്നെ വരുമെന്നും വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ മുമ്പാകെ വെക്കുന്നത് വഴികേടിലാകുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം റസൂൽ തിരുമേനി രണ്ടാമത്തെ അവതരണമാണ്. അവൻ തന്നെയാണ് ഈ ഉമ്മീയങ്ങളിൽ ഈ പ്രവാചകനെ അയച്ചിട്ടുള്ളത്. അവരിൽ നിന്നുള്ളൊരു പ്രവാചകനെ അവർക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ പരിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വഴികേടിൽ വ്യക്തമായിരിക്കുന്ന വഴികേടിലായിരുന്നു. അപ്പോൾ ഈ വഴികേടിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അള്ളാഹു നിയോഗിച്ചത് ആ പ്രവാചകനെയാണ്. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, ഇവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിലും ഈ പ്രവാചകനെ തന്നെ അള്ളാഹു നിയോഗിച്ചയക്കും. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു. അപ്പോൾ ഇവിടെ ആദ്യകാലത്ത് ഈ സമൂഹം വഴികേടിലായപ്പോൾ ദലാലത്തിലായപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയച്ചതുപോലെ വീണ്ടും ഈ സമൂഹം വഴികേടിലാകുമ്പോൾ റസൂലുള്ളാഹിനെ തന്നെ വീണ്ടും അയക്കുമെന്നാണ്. ഈ ഹദീസ് ആയത്തിന് ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, ഇവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിൽ എന്നുള്ളതിൻ്റെ അർത്ഥം പൊതുവിൽ പറയാറുള്ളത് ഇത് അവസാന കാലത്തുള്ളവർക്കും റസൂലുള്ളാഹി അല്ലെങ്കിൽ അനറബികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയാറുണ്ട്. നമ്മൾ എന്തിനാ അങ്ങനെ കുഴങ്ങുന്നത്? എന്തിനാ സംശയത്തിൽ എന്തിനു നമ്മൾ അകപ്പെടണം? നമുക്ക് റസൂലുള്ളാഹിയോട് ചോദിച്ചൂടെ, അല്ലാഹുവിൻ്റെ റസൂലേ ഈ ആയത്തിന് എന്താണ് അർത്ഥമെന്ന് നിങ്ങൾ എടുക്കുക. കിതാബുൽ സഹീഹ് ബുഖാരി എടുക്കുക, കിതാബ് തഫ്സീർ എടുത്ത് നോക്കുക, തഫ്സീർ സൂറത്തുൽ ജുമുഅ ബാബ് വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. എത്ര ക്ലിപ്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായിട്ട് ബുഖാരി രേഖപ്പെടുത്തുന്നത്.
ബുഖാരി എന്ന് പറഞ്ഞാൽ അസ്ഹുൽ കുതുബാദ കിതാബില്ല, അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സഹിയാണ് എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സഹീഹ് ബുഖാരി. അതിലെ കിതാബ് തഫ്സീറിലുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, മറ്റവിടെ ഇവിടെ കൊടുത്തതല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്ത് ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അള്ളാഹ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഈ ആയത്തിറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ മൻഹും യാ റസൂലല്ലാഹ്, ഇവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിൽ എന്ന് പറയുമ്പോൾ ആ കൂട്ടരാരാണ്? ആ ഭാഗ്യവാന്മാരായിരിക്കുന്ന സമൂഹമാരാണ്. ഇത് 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം റസൂലുള്ള മറുപടി പറഞ്ഞിട്ടില്ല. ആ 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള മറുപടി പറയുന്നത്. അതിനൊരു ഹിക്മത്തുണ്ട്. കാരണം റസൂലുള്ള പെട്ടെന്ന് മറുപടി പറയാറില്ല, അള്ളാഹുവിൽ നിന്നും അറിയിപ്പ് കിട്ടുമ്പോഴാണ്. കാരണം ഓരോ വിശുദ്ധ ഖുർആന്റെ ഓരോ ജ്ഞാനവും അത് റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്രകാരം പറയലല്ല, അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് 3 പ്രാവശ്യം റസൂലുള്ള മറുപടി പറയാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ആ കൂട്ടത്തിൽ കുറേ സഹാബാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ലെ, അറബി അല്ലാത്തൊരു സഹാബി സൽമാനുൽ ഫാർസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത് സലമാനു മിന്ന അഹ്ലുൽ ബൈത്ത് എന്നാണ്. സലമാൻ നമ്മളിൽപ്പെട്ടവനും അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവനുമാണെന്ന്, ഭൗതികമായിട്ടല്ല ആത്മീയമായിട്ടുള്ളതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു അനറബിയായിരിക്കുന്ന സഹാബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, ലൗ കാനൽ ഈമാനു ഇൻദ സുരയ്യ, ഈമാൻ സുരയ്യ നക്ഷത്രത്തോളം ഉയർന്നു പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ ലനാലഹു റജുലുൻ മിൻ ഹൗലായി ഔ റിജാലുൻ മിൻ ഹൗലായി. റാവിക്ക് അത് കുറേ ആൾക്കാർ എന്ന് ഒരാൾ വന്നിട്ടുള്ളതെന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു, ഈമാൻ ഈ ഭൂമിയിൽ ഇല്ലാതായി ആകാശത്തേക്ക് ഉയർന്നു പോകുന്നൊരു കാലഘട്ടം വന്നാൽ ഈ സൽമാനുൽ ഫാർസിയുടെ വംശത്തിൽ നിന്ന് ഒരാളോ ഒന്നിലധികം ആൾക്കാരോ ആ ഈമാനിനെ ഭൂമിയിൽ കൊണ്ടുവരും. നമുക്കിന്ന് വേണ്ടത് പുതിയ ഈമാനാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ, ഇതേ വിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ടാണ് സഹാബത്ത് ലോകത്തെ കീഴ്പ്പെടുത്തിയത്, ലോകത്തെ വിറപ്പിച്ചത്, ലോകത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. റസൂലുള്ളാഹിന്റെ അതേ സുന്നത്ത് നടപ്പിൽ വരുത്തിയിട്ടാണ് ലോകത്ത് മുസ്ലിങ്ങൾ വിജയിച്ചത്. അതേ ഖുർആൻ ഇന്ന് നമ്മളെ കയ്യിലുണ്ട്, അതേ സുന്നത്ത് നമ്മളെ കയ്യിലുണ്ട്. എന്തേ നമുക്ക് ഇത് കൊണ്ടൊന്നും ഒരു ശക്തിയും ഇല്ലാത്തത്? ഈമാന്റെ കുറവ്. ഇന്ന് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് ഈമാനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഒരാളെ നിയോഗിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ലൗലം യബ്ക മിനദ്ദുനിയ ഇല്ലാ യൗമൻ ലതവ്വലല്ലാഹു ദാലിക്കൽ യൗം. ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും അള്ളാഹ് ആ ദിവസത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. എന്തിനറിയോ? എൻ്റെ അഹ്ലുൽ ബൈത്തിൽ നിന്നുള്ള ഒരാളെ അള്ളാഹു നിയോഗിക്കാത്തിടത്തോളം കാലം ആ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന. എൻ്റെ അഹ്ലുൽ ബൈത്തിൽ നിന്ന് എന്നിൽ നിന്നുള്ള ഒരാളെ അള്ളാഹു നിയോഗിച്ചയക്കും. എന്നിട്ട് അദ്ദേഹം വന്നുകൊണ്ട് യുവാത്തു ഇസ്മുമാ ഇസ്മി, അദ്ദേഹത്തിൻ്റെ നാമം എൻ്റെ നാമത്തോട് സാദൃശ്യമുള്ളതായിരിക്കും. വാ ഇസ്മു അബീഹി ഇസ്മു അബീഹി ഇസ്മു അബി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിനോടും സാദൃശ്യമുള്ളതായിരിക്കും. യംലഉൽ അർള ഖിസ്തൻ വഅദലൻ കമാ മുലിയത് ഉൽമൻ വജൗറൻ, ഭൂമി അത് അന്ധകാരത്തിലും അന്യായത്തിലും നിറഞ്ഞിരുന്നപ്പോൾ ആ നിറഞ്ഞിരിക്കുന്നത് പോലെ പിന്നീട് അദ്ദേഹം വന്നുകൊണ്ട് അതിനെ നീതിയിലും ന്യായത്തിലും നിറക്കുന്നതാണ്. അതായത് അക്രമവും അനീതിയും അവസാനിപ്പിക്കാൻ എൻ്റെ സമുദായത്തിൽ നിന്ന് എന്നിൽ നിന്നുള്ള ഒരാൾ, അത് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നതാണ്. എൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ പേരിനോട് സാധാത്മ്യമുള്ള പേര്, എൻ്റെ ഉപ്പാൻ്റെ പേരിനോട് സാധാത്മ്യമുള്ള പേര്. അതായത് നിങ്ങൾക്ക് തോന്നും ഞാൻ തന്നെ വന്നെന്ന്. അങ്ങനെ ഒരാൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിന് വിശദീകരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറയുകയുണ്ടായി. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമു സഅത ഹത്താ യൻസില ഈസ ഇബ്നു മറിയം ഹക്കമൻ മുഖ്സിതൻ വ ഇമാമൻ അദ്ലൻ. ഞാൻ ഈ ഹദീസ് എടുക്കാനുള്ള കാരണം, റസൂൽ തിരുമേനി ഉമ്മത്തിൽ നിന്ന് മഹ്ദി ഇമാമായിക്കൊണ്ട് ഒരാൾ വരുമെന്നും ആ മഹ്ദി ഇമാമ അദ്ദേഹം നടത്തുന്ന ജോലി ഇവിടെ നീതിയും ന്യായവും നടപ്പിൽ വരുത്തുകയാണ് എന്നുമാണ്. അത് തന്നെയാണ് ഈസാ നബിയുടെ അവതരണത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന് മുസ്ലിം ലോകം എല്ലാവരും ഈസാ നബിയെയും മസീഹിനെയും മഹ്ദിയെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹക്കമൻ മുഖ്സിതൻ, നീതിമാനായ വിധികർത്താവായിക്കൊണ്ടാണ് ഇവിടെ ഈ ഈസാ നബി ഇറങ്ങുക. വ ഇമാമൻ അദ്ലൻ, നീതിമാനായിരിക്കുന്ന ഇമാമായിക്കൊണ്ടാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മസീഹിനെ സംബന്ധിച്ച് പറഞ്ഞത് അതേ ഇമാമായിട്ട് വരുന്ന, ഇമാം മഹ്ദിയെ സംബന്ധിച്ച് പറഞ്ഞത് അതേ ഇമാമായിട്ട് വരുമെന്നാണ്.
നമുക്കിന്ന് വേണ്ടത്, മുസ്ലിം ലോകത്തിന് വേണ്ടത് ഒരു ഇമാമിനെയാണ്. ആ ഇമാം രൂപീകരിക്കുന്ന ജമാഅത്തിനെയാണ്. ഒരു കൈ ഉയരുമ്പോൾ മുസ്ലിം ലോകം എഴുന്നേൽക്കുകയും ആ കൈ താഴുമ്പോൾ മുസ്ലിം ലോകം ഇരിക്കുകയും ചെയ്യുന്ന ഒരു അജയ്യ നേതൃത്വം, ആത്മീയ നേതൃത്വം മുസ്ലിം ലോകത്തിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ തെണ്ടേണ്ടി വരുമോ? നമ്മൾ അമേരിക്കയുടെ കൊട്ടാരങ്ങളിൽ പോയി, വൈറ്റ് ഹൗസിൽ പോയി നമുക്ക് യാചിക്കേണ്ട ഗതികേട് മുസ്ലിങ്ങൾക്ക് വരുമോ? അപ്പോൾ ഇന്നൊരു ആത്മീയ നേതൃത്വമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് വരുന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അതിന് പല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. കൈഫാൻതും ഇദാ നസല ഇബ്നു മറിയമ ഫീക്കും വ ഇമാമുക്കും മിൻകും, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഇമാമായിക്കൊണ്ട് ഇബ്നു മറിയം നിങ്ങളിൽ നിന്ന് വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് മറ്റൊരു സ്ഥലത്ത് അമ്മക്കും മിൻകും, നിങ്ങൾക്ക് നേതാവായിക്കൊണ്ട് വരും ഇബ്നു മറിയം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ വിശദമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ നിയോഗം ഉണ്ടാകും. അത് റസൂൽ തിരുമേനി പറയുന്ന സൽമാനുൽ ഫാർസിയുടെ വംശത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുമ്പോൾ ഈമാനെ കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ വരും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്ന് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഇമാം മഹ്ദി എന്നും മസീഹ് എന്നുള്ള പേരിലാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ സുന്നികളെ അനിഷേധ്യ നേതാവാണ്. 1999 ആഗസ്റ്റ് 6-ാം തീയതി ഇറക്കിയ റിസാല, ആ മാസികയിൽ അദ്ദേഹം ഇമാം മഹ്ദി ആഗമനം മിഥ്യയോ എന്നുള്ളൊരു ശീർഷകത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നൊരു കാര്യം അദ്ദേഹം എഴുതിയത്, ഇമാം മഹ്ദിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് എഴുതുകയാണ്, മഹ്ദിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള അഹ്ലെ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതും മുസ്ലിം ലോകം അംഗീകരിച്ചതുമാണ്. അദ്ദേഹം അന്ത്യദിനത്തിലുള്ള ഒരു അറിവ്, അടയാളം തന്നെയാണ്. അതിനാൽ നിങ്ങൾ അതിനെപ്പറ്റി തീരെ സംശയിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിലെ 43-ാം സൂറത്തിലെ 61-ാമത്തെ ആയത്ത് അതെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് അവതരിച്ചത് ഇമാം മഹ്ദിയെ കുറിച്ചാണെന്ന് പ്രബല ഖുർആൻ വ്യാഖ്യാതാവായ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയാണ് അത് എഴുതിയത്? അസ്സവാഇഖുൽ മുഫ്രിക, പേജ് 96, ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി, റിസാല 1999 ഓഗസ്റ്റ് 6, പേജ് 6. ഇതേപോലെ തന്നെ മൗദൂദി സാഹിബ് തജ്ദീദോ ഇഹ്യാദീൻ എന്നുള്ള പുസ്തകത്തിൽ അൽ ഇമാമുൽ മഹ്ദി എന്ന് ഹെഡിങ് കൊടുത്തിട്ട്, എന്നിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹു ഓരോ നൂറ്റാണ്ടിൻ്റെ തലത്തിൽ ഓരോ മുജദ്ദിദീങ്ങളെ നിയമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് വരേണ്ട മുജദ്ദിദ് അത് ഇമാം മഹ്ദിയാണ് എന്നാണ്. അൽ ഇമാമുൽ മഹ്ദി എന്നാണ് മൗദൂദി സാഹിബ് കൊടുത്തതിന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും ഇവിടെ അൽ ഇമാമുൽ മഹ്ദി വരും. അദ്ദേഹം ചോദിക്കുകയാണ്, ഹിറ്റ്ലറും സ്റ്റാലിനെയും പോലെയുള്ള എത്രയോ പൈശാചിക നേതൃത്വങ്ങൾക്ക് ഈ ലോകത്ത് പ്രത്യക്ഷരാവുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെങ്കിൽ നന്മയുടേത് മാത്രമായ ഒരു നേതൃത്വത്തിന്റെ ആഗമനത്തെ അത്ര വിദൂരവും അനിശ്ചിതവുമായി കാണുന്നത് എന്തിന്? ഇവിടെ ഇമാം മഹ്ദി വരും എന്ന്, വരുമോ ഇല്ലേ എന്ന് സംശയമേ വേണ്ട എന്നാണ്. മൗദൂദി സാഹിബ് പുസ്തകത്തിൽ വളരെ വിശദമായ ഉറുദുവിലുള്ള പുസ്തകമാണ്. അത് 1980 മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച പ്രബോധനത്തിൽ അതിൻ്റെ 55-ാമത്തെ പേജിൽ നമുക്കത് മലയാളത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് മുജാഹിദുകളുടെ അനിഷേധ്യ നേതാവാണ്. ആരും ഏത് ഗ്രൂപ്പുകാരും നിഷേധിക്കുകയില്ല. അദ്ദേഹത്തെ മുജദ്ദിദാണ് എന്ന് പോലും മുജാഹിദ് പ്രസ്ഥാനക്കാർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിലർ അങ്ങനെയൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് തൻ്റെ ആസാറുൽ ഖിയാമ ഫി ഹുജജുൽ കിറാമ എന്നുള്ള പുസ്തകത്തിൽ അതിന് 139-ാമത്തെ പേജിൽ, അതിന് മുമ്പുള്ളത് അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ യബ്അസു ലിഹാസിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൽ ഓരോ നൂറ്റാണ്ടിൻ്റെ തലക്കലും അള്ളാഹു ഈ ഉമ്മത്തിൽ മുജദ്ദിദീങ്ങളാക്കുന്ന. ഇന്നല്ലാഹ എന്നുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആരെങ്കിലും നിയമിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ നിയമിക്കുന്ന നേതാവല്ല. ഇന്നല്ലാഹ യബ്അസു, അള്ളാഹു ആരും ഇങ്ങോട്ട് അയക്കൂല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നു എന്ന് പറയും, നമ്മൾ വെപ്രാളപ്പെടാറുണ്ട്. അള്ളാഹു ഇനി ആരെങ്കിലും അയക്കും, ഖുർആൻ പൂർണ്ണം, ഇസ്ലാം പൂർണ്ണം, റസൂലുള്ളാഹി ഖാതമുൻ നബിയ്യീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഇന്നല്ലാഹ യബ്അസു, അള്ളാഹു നിയോഗിച്ചയക്കുന്ന. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ എന്താണ്? ഹുവല്ലദീ ബഅസ, അതേ വാക്ക് റസൂലുള്ളാഹി എടുത്തുന്നു, ഇന്നല്ലാഹ യബ്അസു, അള്ളാഹു നിയോഗിച്ചയക്കും ഓരോ നൂറ്റാണ്ടിൻ്റെ തലക്കിലും. ഇത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് എഴുതുകയാണ്, 13 നൂറ്റാണ്ടിൽ വന്ന മുജദ്ദിദീങ്ങളെ പേര് അദ്ദേഹം എഴുതുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, 14-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കാൻ ഇനി 10 വർഷമേ ബാക്കിയുള്ളൂ. 1290 ഹിജ്രിയിലാണ് ഈ പുസ്തകം എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, ഇതിൽ
മഹ്ദി അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനവും ഈസായുടെ അവതരണവും ഉണ്ടായാൽ അവർ തന്നെയായിരിക്കും 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദും മുജ്തഹിദും എന്ന്. അപ്പോൾ ഈ 14-ാം നൂറ്റാണ്ട്, ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ മഹ്ദിയും മസീഹും വരും, അദ്ദേഹമായിരിക്കും 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദും മുജ്തഹിദും എന്നാണ് അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് പറയുന്നത്. ഇനി നമുക്ക് പഴയ സുന്നി സഹോദരന്മാർക്ക് വേണ്ടി അറബി മലയാളത്തിലുള്ളൊരു പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാമ ശുജായി മുഹമ്മദ് മുസ്ലിയാർ അവർ എഴുതിയിരിക്കുന്ന ഫൈളുൽ ഫയ്യാദ്, അറബി മലയാളത്തിലാണ്, 105-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അത് എല്ലാ ഉലമാക്കളും പറഞ്ഞിരിക്കുന്നത് ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ ഇമാം മഹ്ദി അവർ വെളിപ്പെടുമെന്നാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്ന പുസ്തകം 1303-ലാണ്, ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, മഹ്ദി ഇമാമിൻ്റെ വെളിപ്പെടൽ ഈ വെളിപ്പെടാൻ ദീർഘകാലം ഉണ്ടാകില്ലെന്ന് പലതാലും തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ മഹ്ദി ഇമാം തങ്ങൾ ഈ 14-ാം നൂറ്റാണ്ടിൽ തന്നെ വരും. ഇത് 15-ാം നൂറ്റാണ്ടാണ്, കൊല്ലം 100 കഴിഞ്ഞ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ഒരു ഇമാം വരുമെന്ന് പറഞ്ഞു. ആ ഇമാമിനെ ജമാഅത്തിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞു. അതല്ലാതെ മുസ്ലിം ലോകത്ത് രക്ഷയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നേതാക്കന്മാരൊക്കെ പറയും നമുക്കൊരു ഇമാമിനെ വേണമെന്ന്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു ഇമാമിനെയാണ് മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഇമാമിനെയാണ് മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇമാം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ആ ഇമാം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അത്ര സ്ട്രോങ് കുറഞ്ഞ ഇമാമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഫൈസാ റഅയ്തുമൂഹു ഫബായിഉഹു വലൗ ഹബമൻ അലസ്സലജി ഫഇന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹ്ദി. അദ്ദേഹം വന്നു എന്ന് കേട്ടാലേ മഞ്ഞുമലയിൽ മുട്ടുകുത്തിപ്പോയെങ്കിലും നിങ്ങൾ ബയ്യത്ത് ചെയ്യണമെന്നാ. മഞ്ഞുമല കയറാൻ തന്നെ വലിയ പ്രയാസമാണ്. അത് ഇനി നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, രക്ഷയില്ല. അപ്പോൾ ഞാനവിടെ നിസ്കാരം നോമ്പായിട്ട് ഇരിക്കുക, മദീന വന്നോട്ടെ, വരുമ്പം കാണാം. അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല. ഫൈദാ റഅയ്തുമൂഹു ഫബായിഉഹു ഫലൗ ഹബവന ലസറജ്. കാരണം എന്താ അറിയോ? മഞ്ഞുകലയിൽ മുട്ടുകുത്തിപ്പോയി നിങ്ങൾ ബയ്യത്ത് ചെയ്യുക. കാരണം ഫൈനു ഖലീഫത്തുല്ലാഹ്, അള്ളാഹിൻ്റെ ഖലീഫയാണ്. അൽ മഹദി, അള്ളാഹു ഹിദായത്ത് നൽകിയ ആളും കൂടിയാണ്. ഇതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെയും മസീഹിൻ്റെയും പിന്നിൽ അണിനിരക്കുകയല്ലാതെ മുസ്ലിം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ചേരാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിൽ പറഞ്ഞു പ്രസ്ഥാനത്തിൽ അണിചേരരുത് എന്നാണ്. ഇന്ന് മുസ്ലിം ലോകത്തിന് രണ്ട് കാര്യമാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ കേൾക്കുക, മഹ്ദി ഇമാമിനെ അന്വേഷിക്കുക, അതല്ലെങ്കിൽ വനവാസത്തിന് പോവുക. മൂന്നാമത്തെ കാര്യമില്ല. അള്ളാഹിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, കാരണം റസൂൽ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, അള്ളാഹ് നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്നെങ്കിൽ കാട്ടിൽ പോകും, അല്ലെങ്കിൽ മഹ്ദി ഇമാമിനെ അന്വേഷിക്കുക. ഇവിടെ ഇതാ 1889 ഹദ്രത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, मैं खुदा तआला की कसम खाकर लिखता हूँ जिसके कब्जे में मेरी जान है कि मैं वही मसीह मऊद हूँ जिसकी खबर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने उन अहादीस में दी है जो सही बुखारी और सही मुस्लिम और दूसरी सिहा में दर्ज है वकफा बिल्लाहि शहीदा. ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ എൻ്റെ ജീവൻ ഇരിക്കുന്നത് അവൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്യുകയും സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മറ്റ് സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തുകയും ചെയ്യപ്പെട്ട ആ വാഗ്ദത്ത മസീഹ് ഞാൻ തന്നെയാണ്. വഖഫാ ബില്ലാഹി ഷഹീദ. അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, റസൂൽ തിരുമേനി പ്രവചിച്ച ആ വാഗ്ദത്ത മസീഹ് ഞാനാണ്. വഅർസലനി റബ്ബി ലിതഈദി ദീനിഹി ഫജീതു ലിഹാദൽ ഖർനി അബ്ദൻ മുജദ്ദിദ. വാർസലിനി റബ്ബി, എൻ്റെ റബ്ബെന്നെ അയച്ചിരിക്കുന്നു, ലിതഈദി ദീനിഹി, അവൻ്റെ ദീനിനെ തഈദ് ചെയ്യാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി. ഫജീതു ലിഹാദൽ ഖർനി അബ്ദൻ മുജദ്ദിദ, അള്ളാഹുവിൻ്റെ വിനീതനായ ഒരു ദാസനായിക്കൊണ്ട് ഈ നൂറ്റാണ്ടിലെ മുജദ്ദിദായിക്കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് ഉച്ചയിത്രം ഉദ്ഘോഷിച്ച ഹദ്രത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പേരിൽ അദ്ദേഹം സത്യം ചെയ്യുമ്പോൾ ആ സത്യത്തെ നിങ്ങൾ വിലമതിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന് അള്ളാഹു സഹായങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം.
അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നു, നഅതഖിദു അന്ന റസൂലനാ ഖൈറർ റുസുലി. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. നഅതഖിദു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അന്ന റസൂലനാ ഖൈറർ റുസുൽ, ഞങ്ങളുടെ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പ്രവാചകൻ, വഅഫ്ളൽ മുർസലീന വഖാതമുൻ നബിയീന വഅഫ്ളലു മിൻ കുല്ലി മൻ യഅതി വഖല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനും വന്നവരും കഴിഞ്ഞു കടന്നവരുമായ എല്ലാവരെക്കാളും ഉത്തമനുമാണ് അദ്ദേഹം. വനഅതഖിദു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അന്ന കുല്ല ആയത്തുൽ ഖുർആനി ബഹ്റും മവ്വാജുൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ഓരോ സൂക്തവും അതിലെല്ലാം തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ജ്ഞാനങ്ങൾ നിറക്കപ്പെട്ടിരിക്കുന്ന സമുദ്രത്തിന്റെ തരംഗങ്ങളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ ഓരോന്നും തന്നെ ആത്മീയ ജ്ഞാനങ്ങളാൽ നിറക്കപ്പെട്ട വചനങ്ങളാണ് അതിലുള്ളത്. വനഅതഖിദു അന്നൽ ജന്നത ഹഖുൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗം സത്യമാണ്. വന്നാറു ഹഖുൻ, നരകം സത്യമാണ്. വഹശറുൽ അജ്സാദ ഹഖുൻ, മരണാനന്തര ജീവിതം അതും സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വമുഅ്ജിസാത്തുൽ അംബിയാഇ ഹഖുൻ, പ്രവാചകന്മാർക്കുണ്ടായിരിക്കുന്ന എല്ലാ മുഅ്ജിസത്തുകളും സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വനഅതഖിദു അന്നൽ നജാത ഫിൽ ഇസ്ലാമി വത്തിബാഇ നബിയിനാ സയ്യിദുൽ വറ, ഇസ്ലാമിലാണ് യഥാർത്ഥത്തിലുള്ള നജാത്ത് മോക്ഷമുള്ളത് എന്നും റസൂലുള്ളാഹിനെ പിൻപറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള മോക്ഷമുള്ളത് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. വനുഅ്മിനു ബികുല്ലി മാ ജാഅ ബിഹി റസൂലുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊണ്ടുവന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഞങ്ങളുടെ മാർഗദർശനം. റസൂലുള്ള എന്ത് പറഞ്ഞു? നിങ്ങൾ ഓരോ ആ മഹദി ഇമാമിനെ വിശ്വസിച്ച ആ മഹദി ഇമാമിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്ത, കാരണം ബയ്യത്തിന് സംവിധാനം ഇവിടെ ഉണ്ട്. ലോകത്ത് 185 രാഷ്ട്രങ്ങളിൽ ഒരു ഇമാമിൻ്റെ കീഴിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. റസൂലുള്ള പറഞ്ഞത് തൽസമു ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമോ മാ അന അലൈഹി വസ്ഹാബി. ഇത്ര സുന്ദരമായിരിക്കുന്നു ഒരു ഖിലാഫത്തിൻ്റെ കീഴിൽ, ഇത്ര സുന്ദരമായിരിക്കുന്ന കാഴ്ചയാണ്. വളരെയധികം വിശദീകരിക്കാനുണ്ട്. പക്ഷേ ഹദരത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. വൈലം തഅലം ഹഖീഖത്തുൽ ഉല്യ, ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നോക്കുക, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് എന്തേ റസൂലുള്ള പറഞ്ഞത് മനസ്സിലായി, അല്ല അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെയുള്ള ചോദ്യമേ ഇല്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കും. ഇതിനേക്കാൾ വലുത് പിന്നെ എന്താ വേണ്ടത്? ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. വല്ലാഹു യഅലം ഇന്നി ആശിഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആശിഖാണ്, പ്രേമിയാണ് എന്ന് അല്ലാഹ്ക്കറിയാം. ഇതിനേക്കാളും വലുത് എന്താണ് ഇനി വേണ്ടത്? വഫിദാഉ ഹസ്രത്ത് ഖൈറുൽ അനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പരിപൂർണമായും വിലയം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പരിപൂർണമായും ആ റസൂൽ തിരുമേനിയിൽ ലയിക്കുന്നവരാണ്. വഗുലാം അഹ്മദുൽ മുസ്തഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിനീതനായ ഒരു ദാസനാണ് ഞാൻ. റസൂലുള്ള പറയുന്നത് എന്ത് അത് മാത്രം ചെയ്യുക, അതാണ് ഗുലാം. ഇത്രമാത്രം ഒച്ചേസ്തരം നല്ല വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്ത ആ മഹാത്മാവ് ഇന്ന് അദ്ദേഹം മുഖേന ലോകത്ത് ഒരാത്മീയ നേതൃത്വം സംജാതമായിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം മുഖേന ഇന്ന് ലോകത്തൊരു ഖിലാഫത്ത് സംജാതമായിരിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാർ ആഗ്രഹിച്ച നേതൃത്വം വന്നിരിക്കുന്നു. പക്ഷെ ഇനിയും നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന് മുമ്പിൽ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. കാരണം റസൂലുള്ള പറഞ്ഞ കാര്യമാണ് 73 72 നരകത്ത് പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ള പറഞ്ഞ സത്യമാണ്. നരകത്തിൽ ആര് പോകും? കാരണം ഇന്ന് ഹദ്റത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, ദുനിയാമെ ഏക് നദീറായ, ലോകത്തൊരു താക്കീതുകാരൻ വന്നിരിക്കുന്നു. കാരണം അള്ളാഹു വഴികേടിലാകുന്ന സമൂഹത്തെ എല്ലാം തന്നെ നേരെയാക്കാൻ വേണ്ടി നദീറിനെ അയക്കാറുണ്ട് മുമ്പൊക്കെ. ആ താക്കീതുകാരനാണ് ഇവിടെ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ബഷീറൻ വ നദീറ എന്നാണ്. നിന്നെ താക്കീതുകാരനും സുവാർത്ത നൽകുന്നതിനുമായി ഞാൻ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ഹസ്രത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, ദുനിയാമി ഏക് നദീറായ, ലോകത്തൊരു താക്കീതുകാരൻ വന്നു എന്ന്. ഈ താക്കീതുകാരൻ്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ അള്ളാഹു നരകത്തിലേക്ക് ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പിനെയും കൊണ്ടുപോകുമ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യം സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, കുല്ലമാ ഉൽക്കിയ ഫിയാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ.
നരകത്തിലേക്ക് ഓരോ ഗ്രൂപ്പിനെയും ഇങ്ങനെ തള്ളിവിടുമ്പോൾ അവരോട് അതിൻ്റെ മാലാഖമാർ ചോദിക്കും, അലന്നത്തിക്കും നദീർ, അല്ല നിങ്ങൾക്കൊരു നദീർ വന്നില്ലേ, താക്കീതുകാരൻ വന്നിട്ടില്ലേ? എന്താണ്? ഞങ്ങൾ പറയും എന്താണ്? വന്നു, ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങളെന്ത് പറയും? മറ്റു മുസ്ലിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും എന്ത്? വന്നു, ഞങ്ങൾ കള്ളനാന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നത് നോക്കുക. ഖാലൂ ബല, അവർ പറയും വന്നിട്ടുണ്ടായിരുന്നു. ഫഖദ് ജാഅനാ നദീർ, തീർച്ചയായും ഞങ്ങളുടെ അടുത്തൊരു നദീർ വന്നിരുന്നു, ഒരു താക്കീതുകാരൻ വന്നിരുന്നു. ഫകസ്സബ്ന, ഞങ്ങൾ അവരെ കളവാക്കി തള്ളി. വഖുൽനാ മാ നസലല്ലാഹു മിൻ ഷൈഇൻ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ആരെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല, അള്ളാഹു ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല എന്നും അള്ളാഹു ആരെയും അയച്ചിട്ടില്ല എന്ന് ഞങ്ങളങ്ങ് ഫത്വ കൊടുത്തു. ഇതല്ലേ ഇപ്പം നമുക്ക് പറയാനുള്ളത്? ഖുർആൻ പറയുന്ന വാക്കുകളല്ല, ഞാൻ എൻ്റെ വാക്കുകളല്ല എടുത്ത് പറയുന്നത്, ഖുർആൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഇൻ കുൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഈ സന്ദേശം കൊണ്ട് വന്നവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭയങ്കര പഴച്ചവരാണ്, ഏറ്റവും വലിയ വഴികേടിലാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ അവർക്ക് ഫത്വയും നൽകിയിരുന്നു. എന്നിട്ടോ ലൗ കുന്ന വഖാലു ലൗ കുന്ന നസ്മഉ വ നഅഖിലു മാ കുന്ന ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഞങ്ങൾ നരകത്തിൻ്റെ അവകാശികളാകുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ കേൾക്കുകയും കേട്ടാൽ പോരാ, നഅഖിലു, ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന, ഒരു അപേക്ഷ എനിക്ക് ഇത്തരണത്തിൽ നടത്താറുണ്ട്. കാരണം ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തായിഫിൽ രക്തം ചിന്തി, ഉഹദ് യുദ്ധത്തിൽ തൻ്റെ പല്ല് ഷഹീദാക്കി, പല വിധത്തിലുള്ള മർദ്ദനങ്ങളും സഹിച്ച് ഈ ഉത്തമ ഉമ്മത്തിനെ വാർത്തെടുക്കാൻ വേണ്ടി, ആ ഉമ്മത്തിൻ്റെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥ ഞാൻ മുമ്പ് വിവരിച്ചു. ഞാനും നിങ്ങളും അതിന് സാക്ഷികളാണ്. ഈ ഉമ്മത്തിൻ്റെ രക്ഷ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ആ രക്ഷയുടെ മാർഗത്തിലേക്ക്, ആ മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആ മാർഗമാണ് മഹദി ഇമാമിൻ്റെ മാർഗം, ആ മാർഗമാണ് മസീഹിൻ്റെ മാർഗം. പക്ഷേ ഇത് ഇസ്ലാമിൽ നിന്നും വിഭിന്നമായ ഒന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഹദ്റത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, മൻ ഫറക ബൈനി വ ബൈനൽ മുസ്തഫ മാ അറഫനി വ മാറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും എന്നെയും നിങ്ങൾ രണ്ടായി കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അതാണ് ഞാൻ സൂറത്തുൽ ജുമുഅയിൽ എടുത്ത് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ വരവായിരിക്കും, എന്നിൽ നിന്നുള്ള ഒരാളാണ് വരിക. അതുകൊണ്ടാണ് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഒരിക്കൽ ഹസ്രത്ത് മിർസാ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് എല്ലേണ്ടത്? റസൂലുള്ളാഹിക്ക് സലാത്ത് എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേറെ സലാത്തില്ല എന്നാണ്. എനിക്ക് വേറെ സലാത്തില്ല, നിങ്ങൾ റസൂലുള്ളാഹിക്ക് ചെല്ലുന്ന സലാത്ത് മാത്രം ചെല്ലിയാൽ മതി, എനിക്ക് വേറെ ഒരു സുന്നത്തില്ല, എനിക്ക് വേറൊരു കലിമയില്ല, വേറെ നമസ്കാരമല്ല, വേറെ ഖുർആനില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ, യുഹയ്യുദ്ദീന വയുഖീമു ശരിയ, ദീനിനെ ജീവിപ്പിക്കാൻ, ഈ ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ ഉപഗ്രഥിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹുവേ, നിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹ് എത്രമാത്രം അധ്വാനിച്ച് രക്തം ചിന്തിയ ഈ ഖൈറുൽ ഉമ്മത്ത്, അതിൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ്. പക്ഷെ രക്ഷാമാർഗം റസൂലുള്ളാഹ് പറഞ്ഞത് ഒരു ഇമാമിൻ്റെ ആഗമനമാണ്. അത് സ്വീകരിക്കാനും അവർക്ക് വേണ്ടി എല്ലാ ത്യാഗം ചെയ്യാനും വഖറഉ മിന്നി സലാം, എൻ്റെ സലാം എത്തിക്കാനും റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവേ, ഇതാണ് ആ മാർഗമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ. അതല്ലാതെ നീ അയച്ച ഒരാളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ കർമ്മങ്ങളെല്ലാം പാഴാക്കുന്നവനായി എന്നെ നീ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും ഇതിനെ അന്വേഷിക്കുകയും ചെയ്യണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.